രാജ്യം ഇന്ന് 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. AICC ആസ്ഥാനത്ത് വന്ദേമാതരം മുഴുവനായി ആലപിച്ചതിൽ പ്രതിരോധത്തിലായി കോൺഗ്രസ്. സോണിയാഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പങ്കെടുത്ത സ്വാതന്ത്ര്യദിനാഘോഷത്തിലാണ് വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചത്. സംഭവത്തിൽ സോണിയാഗാന്ധി ഉൾപ്പെടെ അതൃപ്തി അറിയിച്ചെങ്കിലും ന്യായീകരണവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നു. കർണാടക, തെലങ്കാന, ഹിമാചൽ എന്നീ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചു. വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, ഏതായാലും കോൺഗ്രസ് ആസ്ഥാനത്തും ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിലും വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ. ഷമി, എന്തായാലും കോൺഗ്രസിനെ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. കോൺഗ്രസ് ആസ്ഥാനത്ത് വന്ദേമാതരം ആലപിച്ചിരിക്കുന്നത്. അതിൽ തന്നെ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കുന്നു. സോണിയാഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ഇവർക്ക് പുറമെ രാഹുൽ ഗാന്ധി, ഇവരൊക്കെ തന്നെ പങ്കെടുത്ത ചടങ്ങിലാണ് വന്ദേമാതരം ഇപ്പോൾ മുഴുവനായി ആലപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതിൽ കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലാകുന്നത് ഏറ്റവും പ്രധാനമായി വന്ദേമാതരം മുഴുവനായി ആലപിക്കുന്നതിനെ വലിയ തോതിൽ എതിർക്കുന്ന ഒരു നിലപാട് പ്രതിപക്ഷം സ്വീകരിച്ചിരുന്നു, കോൺഗ്രസ് സ്വീകരിച്ചിരുന്നു. ആ തരത്തിൽ ശക്തമായി തന്നെ കോൺഗ്രസ് ഉൾപ്പെടെ വന്ദേമാതരം മുഴുവനായി പാടുന്നത് അത് ന്യൂനപക്ഷങ്ങൾക്ക് എതിരാണ്. ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ വന്ദേമാതരം മുഴുവനായി ചൊല്ലാനുള്ള തീരുമാനം എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് കോൺഗ്രസ് ആസ്ഥാനത്ത് ഇപ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസ് ആസ്ഥാനത്ത് തന്നെ വന്ദേമാതരം മുഴുവൻ ആലപിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇതിൽ BJP ഇതിനെ വലിയ രാഷ്ട്രീയ ആയുധമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ ദിവസം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ചെങ്കോട്ടയിൽ വന്ദേമാതരം മുഴുവനായി ആലപിച്ചത്. ചെങ്കോട്ടയിൽ ഏകദേശം 3 മിനിറ്റ് നീണ്ടു വന്ദേമാതരം മുഴുവൻ സ്റ്റാൻസുകളും ചൊല്ലിയിരുന്നു. അതിന് പിന്നാലെയാണ് കോൺഗ്രസ് ആസ്ഥാനത്തും ഇത്തരത്തിൽ വന്ദേമാതരം മുഴുവൻ ചൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ആദ്യ 2 സ്റ്റാൻസ, അത് കഴിഞ്ഞ് 3ാമത്തെ സ്റ്റാൻസ ചൊല്ലുന്ന ഘട്ടത്തിൽ സോണിയാഗാന്ധിയുടെ അടക്കം മുഖത്ത് വലിയ അതൃപ്തി ഉണ്ടാകുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സോണിയാഗാന്ധി ഇടയ്ക്കൊരു ഘട്ടത്തിൽ കൈ ഉയർത്തി നിർത്താൻ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയായാലും മല്ലികാർജ്ജുൻ ഖാർഗെയായാലും ഇവരൊക്കെ തന്നെ കൃത്യമായി ഇവരുടെ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ചില ന്യായീകരണങ്ങളുമായി രംഗത്ത് വരുന്നുണ്ട്. അത് ജയറാം രമേശ് എന്ന് പറഞ്ഞത് സോണിയാഗാന്ധി ഈ വന്ദേമാതരം പാടുന്നത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല, സോണിയാഗാന്ധി നിർത്താൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നതാണ് ഒരു ന്യായീകരണം ജയറാം രമേശിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അത് ഏറ്റവും പ്രധാനമായിട്ട് അത്തരമൊരു ന്യായീകരണത്തിന്റെ കാരണമെന്ന് പറയുന്നത് നിലവിൽ ഈ വന്ദേമാതരത്തിനെ അപമാനിക്കുന്നത് അത് ശിക്ഷാർഹമാക്കിക്കൊണ്ടുള്ള നിയമം പാർലമെന്റ് പാസ്സാക്കിയിരുന്നു. കഴിഞ്ഞ ഈ വർഷകാല സമ്മേളനത്തിലാണ് അത്തരത്തിലൊരു നിയമം പാർലമെന്റ് പാസ്സാക്കി രാഷ്ട്രപതി കഴിഞ്ഞ 11ാം തീയതിയാണ് ആ പാർലമെന്റ് പാസ്സാക്കിയ ബില്ലിൽ ഒപ്പുവെച്ചത്. അതുകൊണ്ട് തന്നെ വന്ദേമാതരം പാടുന്നത് ഇടയ്ക്ക് വെച്ച് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ്. 3 വർഷം തടവ് അല്ലെങ്കിൽ പിഴ ഇതൊക്കെ ലഭിക്കുന്ന കുറ്റമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. സോണിയാഗാന്ധി കസേര കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നൊരു ന്യായീകരണം എന്തായാലും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ കോൺഗ്രസ് പറയുന്നത് പുറത്തുനിന്ന് വന്ന ഗായകരാണ് ഈ വന്ദേമാതരം പാടിയത്, കോൺഗ്രസ് പ്രവർത്തകരല്ല, അവർക്ക് കൃത്യമായിട്ടൊരു നിർദ്ദേശം നൽകാൻ കഴിഞ്ഞിരുന്നില്ല, അതുകൊണ്ടാണ് ഇത്തരത്തിൽ വന്ദേമാതരം മുഴുവൻ ചൊല്ലിയത് എന്നതുള്ള അത്തരം ന്യായീകരണങ്ങളാണ് എന്തായാലും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ വലിയ തലത്തിൽ കോൺഗ്രസ് പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഷമി, തീർച്ചയായും കോൺഗ്രസ് വലിയ തോതിൽ ഈ സംഘപരിവാർ വന്ദേമാതരത്തിനെതിരായ നിലപാട് സ്വീകരിക്കുമ്പോൾ എങ്ങനെ ഇത്തരത്തിലൊരു സമീപനം അവിടെ ഉണ്ടായി എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇത് പൂർണ്ണമായും ആലപിക്കണം എന്നൊരു നിർദ്ദേശം സ്വാഭാവികമായും AICCയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും നൽകാതെ ഇത്തരത്തിൽ പൂർണ്ണമായ ഒരു ആലാപനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? പുറമേ നിന്നുള്ള ആൾക്കാരാണ് ഗാനം വന്ദേമാതരം ചൊല്ലിയത് എന്നാണ് പറയുന്നത്, അല്ലേ വിഷ്ണു?
ഷമി, തീർച്ചയായിട്ടും അത്തരമൊരു ന്യായീകരണം അല്ലെങ്കിൽ വിശദീകരണം തന്നെയാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കാരണം വന്ദേ മാതരം ആലപിച്ചത് കോൺഗ്രസ് പ്രവർത്തകരല്ല. ഈ വന്ദേ മാതരം ഇന്നത്തെ ദിവസം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ വന്ദേ മാതരം ചൊല്ലുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആലപിക്കുന്നതിന് വേണ്ടി പുറത്തുനിന്നൊരു ഗായക സംഘത്തെ കൊണ്ടുവരികയായിരുന്നു. അവർക്ക് സംഘാടന തലത്തിൽ ചെറിയ ചില പിഴവുകൾ സംഭവിച്ചു. അതായത് കൃത്യമായിട്ടൊരു നിർദ്ദേശം നൽകാൻ കഴിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ അതിലൊരു ആശയക്കുഴപ്പം, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നതാണ് ഇത്തരത്തിൽ പുറത്തു നിന്ന് വന്ന ഗായക സംഘം വന്ദേ മാതരം മുഴുവൻ ചൊല്ലിയത് എന്ന് പറഞ്ഞ് ഒരു ന്യായീകരണത്തിലേക്കാണ് കോൺഗ്രസ് കടന്നിരിക്കുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിനെ അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കുന്ന ഒരു സമീപനം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് കോൺഗ്രസ് ഉൾപ്പെടെ വന്ദേ മാതരം മുഴുവനായി ആലപിക്കുന്നതെ അതിശക്തമായി എതിർത്തതാണ്. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തന്നെയാണ് ഇതിനെ എതിർത്തത്. ഇന്നും CPM ജനറൽ സെക്രട്ടറി MA ബേബി കൃത്യമായി തന്നെ വന്ദേ മാതരം ആലപിക്കുന്ന കാര്യത്തിൽ പറഞ്ഞത് ആദ്യ 2 സ്റ്റാൻസ മാത്രമാണ് അംഗീകരിച്ചിട്ടുള്ളത്. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള മറ്റ് വരികളൊക്കെ തന്നെ നിർബന്ധമാക്കുന്നത് അത് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാനുള്ള ചതിയാണ് എന്ന കാര്യം ഇന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബിയും വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ വന്ദേ മാതരം മുഴുവൻ ചൊല്ലുന്നത് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാനുള്ള BJPയുടെ സംഘപരിവാറിന്റെ നീക്കത്തിന്റെ ഭാഗമായി എന്ന് കൃത്യമായി തന്നെ വിമർശിക്കുമ്പോഴാണ് AICC ആസ്ഥാനത്ത് തന്നെ ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങിൽ തന്നെ കോൺഗ്രസിന്റെ പരിപാടിയിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ, പ്രത്യേകിച്ച് സോണിയാഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി ഇവരൊക്കെയുള്ള ചടങ്ങിലാണ് വന്ദേ മാതരം മുഴുവൻ ആലപിച്ചിരിക്കുന്നത്. ഷമി, വിഷ്ണു, ഇത് ഒരു നിലപാടിന്റെ പ്രശ്നം കൂടിയുണ്ട്. അതായത് ഇത്തരത്തിൽ വലിയ തോതിൽ കാവ്യവൽക്കരണം എല്ലാ തലങ്ങളിലും നടക്കുകയാണ്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണം ഈ വന്ദേമാതരത്തിൻ്റെ പൂർണ്ണമായ സ്റ്റാൻസുകൾ ചൊല്ലണം എന്നൊരു നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ വരുന്നത്, ആ നിയമം പാസ്സാക്കുന്നത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും കാവ്യവൽക്കരണം രാജ്യത്ത് നടക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന, അതിനെതിരെ ഉള്ള പ്രതിരോധങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട കോൺഗ്രസ് തന്നെ ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അത് നൽകുന്ന ഒരു സന്ദേശം, ഇപ്പോൾ കേരളത്തിൽ പൂർണ്ണമായി വന്ദേമാതരം ചൊല്ലണം എന്ന് പറഞ്ഞ് ചീഫ് സെക്രട്ടറി ഒരു ഉത്തരവ് ഇറക്കുകയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളിൽ വന്ദേമാതരം പൂർണ്ണമായും ചൊല്ലുകയാണ്. എന്താണ് കോൺഗ്രസ് അർത്ഥമാക്കുന്നത്? കോൺഗ്രസിനെ കൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഈ ഒരു മതേതര നിലപാടിനെ സംരക്ഷിക്കാൻ കഴിയില്ല എന്നൊരു തോന്നലിലേക്ക് മതേതര ബോധമുള്ളവർ, മതേതര ചിന്താഗതിക്കാർ പോകാനുള്ള സാഹചര്യം ഇതൊരുക്കില്ലേ? ഷമി, തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഭാഗത്ത് ഇനിയിപ്പോൾ അശ്രദ്ധ അല്ലെങ്കിൽ സാങ്കേതികമായിട്ടൊരു പിഴവുണ്ടായതാണെന്നൊക്കെ പറഞ്ഞാൽ പോലും ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയാത്ത പിഴവ് തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അത് പ്രത്യേകിച്ച് പ്രതിപക്ഷ സഖ്യം അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ തന്നെ ഈ പലപ്പോഴും കോൺഗ്രസ് സ്വീകരിക്കുന്ന പല നിലപാടുകളും ഈ പ്രതിപക്ഷ സഖ്യത്തിൽ വിള്ളലുണ്ടാക്കുന്ന നിലപാടുകളാണ് എന്ന വലിയ വിമർശനം നിലനിൽക്കുന്ന ഒരു ഘട്ടമാണ്. അത് പ്രത്യേകിച്ച് ഏറ്റവും അവസാനം നമ്മൾ കണ്ടത് തമിഴ്നാട്, കേരളം തെരഞ്ഞെടുപ്പുകളുടെ സമയത്താണ്. ആ തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നടത്തുന്ന ചില പരാമർശങ്ങൾ തമിഴ്നാട്ടിൽ DMK-യോടൊപ്പം മത്സരിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പ് ഫലം വന്ന തൊട്ടു പിന്നാലെ അധികാരത്തിന് വേണ്ടി കാലുമാറുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പ്രതിപക്ഷ ഐക്യത്തെ ദുർബലപ്പെടുത്തുന്ന നിലപാടുകളാണ് കോൺഗ്രസ് എക്കാലത്തും സ്വീകരിക്കുന്നത് എന്ന വലിയ വിമർശനം നിലനിൽക്കുമ്പോഴാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തന്നെ എതിർത്ത ഒരു കാര്യം, വന്ദേ മാതരം മുഴുവൻ ആലപിക്കരുത് എന്നൊരു കാര്യം. അത് കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് തന്നെ ഇന്ദിരാഭവനിൽ തന്നെ പ്രതിപക്ഷത്തിന്റെ ആ തീരുമാനം പോലും ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമുക്ക് ഇന്ന് കാണേണ്ടി വരുന്നത്. അത് BJPക്ക് ഇത് വലിയൊരു ആയുധമാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ചെങ്കോട്ടയിൽ വന്ദേ മാതരം മുഴുവനായി പാടുന്നത്. ഇത്രയും വർഷം കഴിഞ്ഞ 79 വർഷവും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഇത്തരത്തിൽ വന്ദേ മാതരം പൂർണ്ണമായി അല്ലെങ്കിൽ വന്ദേ മാതരം ചൊല്ലിയിരുന്നില്ല. ഇന്ന് മാത്രമാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ചെങ്കോട്ടയിൽ വന്ദേ മാതരം മുഴുവനായി ചൊല്ലുന്നത്. അപ്പോൾ അത്തരത്തിൽ ചെങ്കോട്ടയിൽ വന്ദേ മാതരം മുഴുവനായി തന്നെ BJP സർക്കാർ ചൊല്ലുന്ന ആ സമയത്ത് തന്നെയാണ്
AICC ആസ്ഥാനത്തും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പതാക ഉയർത്തുന്നതിന് മുന്നോടിയായിട്ട് വന്ദേമാതരം ചൊല്ലിയപ്പോൾ AICC ആസ്ഥാനത്തും വന്ദേമാതരം മുഴുവൻ ചൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷ ഐക്യത്തിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ നിരയിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന ഇത്തരം നിലപാടുകൾ അവരുടെ ഐക്യത്തെ തന്നെ ദുർബലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഏതായാലും BJP ഹാൻഡിലുകൾ വലിയ തലത്തിൽ ഈ കാര്യം കോൺഗ്രസ് ആസ്ഥാനത്ത് തന്നെ വന്ദേമാതരം മുഴുവനായി ചൊല്ലിയ കാര്യം BJP ഹാൻഡിലുകളൊക്കെ തന്നെ സംഘപരിവാർ ഹാൻഡിലുകൾ വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. അവർ അതൊരു ആയുധമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇതിന്റെ മറുവശത്ത് BJP വലിയ പ്രചരണം നടത്തുന്നത്. ഈ വന്ദേമാതരം ആലപിക്കുമ്പോൾ അതിൽ സോണിയാഗാന്ധി ഉൾപ്പെടെ വലിയ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു. അത്തരത്തിൽ ഇവർക്കെതിരായിട്ടുള്ള വലിയ പ്രചരണം എന്തായാലും BJP ഹാൻഡിലുകളിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഷമി, തീർച്ചയായും വിഷ്ണു, കോൺഗ്രസിൻ്റെ നിലപാടാണ് ഇപ്പോൾ രാജ്യവ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത്. വിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്.